DC പക്കാ സർവൈവർ മൂവി. ബൂംബ ഡിഗ ഡിഗ. ഈ ബൂംബ ഡിഗ ഡിഗ സോങ്ങിലാണ് ഇതിലെ ശരിക്കും അവർ രണ്ടുപേരും ലൈഫ് കാണിക്കുന്നത്. ബൂംബ ഡിഗ ഡിഗയിലെ ആ ഒരു സോങ്ങോട് കൂടിയിട്ടാണ് ഈ ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ഇതിലെ ആക്ടേഴ്സായ വാമിക ഗബ്ബിയുടെ ഇൻട്രോ. ആ ഇൻട്രോയിലാണ് ഇവർ രണ്ട് പേരുടെയും ലൈഫ്. ഒരാളെ പോലീസ് പിടിച്ച് അയാളെ കൊല്ലാൻ നോക്കുന്നു. മറ്റാൾ അവരെ ലൈഫായിട്ട് ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ആ ഒരു ഇത്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്ന ആ ഒരു സീന്. ആ രണ്ടും പേരുടെ ആ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ആ സോങ്. അതായത് ഈ സോങ്ങിൻ്റെ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേടൻ്റെ ആ ഒരു പോർഷനും കൂടിയാണ്. ആ വേടൻ്റെ ആ പോർഷനിലാണ് കറക്റ്റ് ഇവർ രണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു രീതി കാണിക്കുന്നത്. ട്രാക്ക് പാടിയിട്ടുള്ളത് താം തരികട തെയ്യത്തോ എന്നുള്ള ഒരു പാട്ട് പാടിയിട്ടുള്ള ഒരു വേഷമുണ്ട്. അവിടെയാണ് നമ്മളെ ലോകേഷിൻ്റെ ആ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന സീനായിട്ട്. അതൊരു മലയാളിയായ ഒരു സിംഗറിനെ ഇവർ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു എൻട്രി പോയി. അതുപോലെ തന്നെ വേടൻ്റെ വോയിസ് വരുന്ന ആ വോയിസ് വരുന്ന സമയത്ത് ആ സീന് നമുക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു ഗൂസ് ബംസ് ഉണ്ട്. അതായത് ഇതിലെ മെയിൻ കുറച്ച് 2-3 സീനുണ്ട് ഗൂസ് ബംസ് കിട്ടുന്നത്. ഈ ബൂംബ ഡിഗ ഡിഗയിലത്തെ ഒരു സീനും, പിന്നെ അതേപോലെ തന്നെ ഈ ചന്ദ്ര ലോകേഷിനെ രക്ഷപ്പെടുത്തുന്ന, അതായത് ഈ ദേവദാസിൻ്റെ കഥാപാത്രത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു ജയിലർ സീനും, പിന്നെ അതേപോലെ ഇതിലെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനും അതൊക്കെയാണ് ഇതിലെ ഗൂസ് ബംസ് തരുന്ന സീന്. അപ്പോൾ ഇതിൽ മെയിൻ ഈ സോങ്ങിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ബൂംബ ഡിഗ ഡിഗയിലേക്ക്. എല്ലാ സോങ്ങും നല്ലതാണ് പക്ഷേ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് ഈ ബൂംബ ഡിഗ ഡിഗയാണ്. ഇതിലിവർ വൻ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. പക്ക ഒരു ഗാങ്സ്റ്റർ പോലീസ് തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഈ സിനിമയിൽ. ഈ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ്. അതായത് ദേവദാസിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുള്ളത് ലോകേഷ് കനകരാജാണ്. അതുപോലെ ഈ DCയിലത്തെ ചന്ദ്ര എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത് വാമിക ഗബ്ബി. ഇനി സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമ ഇതിലെ സ്റ്റാർട്ടിങ് തന്നെ ഒരു അച്ഛൻ, അമ്മ, മകൻ ഇവരെയാണ് കാണിക്കുന്നത്. ആളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവും. ആ ക്യാഷിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഈ അച്ഛൻ, അമ്മ, മകൻ ഒരു ഫാമിലിയിലേക്ക് ആ ക്യാഷിന് വേണ്ടിയിട്ട്, ആ ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ തട്ടാൻ വേണ്ടി ലോകേഷ് വരുന്നു, ദേവദാസ് എന്ന കഥാപാത്രം. പിന്നീട് ദേവദാസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അയാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം വരും. അത്രയ്ക്ക് ഒരു ഭയങ്കര വില്ലനായിരുന്നു ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളും ഈ ദേവദാസ് എന്ന കഥാപാത്രവും തമ്മിലുള്ള യുദ്ധമാണ് പിന്നെ നടക്കുന്നത്. അങ്ങനെ ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ആ ഹോട്ടലിൽ അവിടെ ഒരു കഥാപാത്രത്തെ ഈ ലോകേഷ് കണ്ടുമുട്ടുന്നു. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് സഞ്ജന കൃഷ്ണമൂർത്തി. അവിടുന്ന് ഈ ലോകേഷ് ഉള്ള സ്ഥലം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയും പിന്നെ അവിടുന്ന് ഇവരെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു ആക്രമണത്തിനിടയിൽ ഈ സഞ്ജന കൃഷ്ണമൂർത്തി എന്ന ഒരു പാട്ടുകാരി റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അവർ മരിക്കുന്നു. അത് ലോകേഷിന് ദേവദാസിൻ്റെ കഥാപാത്രത്തിന് താങ്ങാനാവാതെ അതിൻ്റെ ഡിപ്രഷനിൽ നടക്കുന്ന സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്തെത്തുന്നു, ഒരു റെഡ് സ്ട്രീറ്റിലെത്തുന്നു. ആ റെഡ് സ്ട്രീറ്റിൽ നിന്ന് ആണ് ഇതിൻ്റെ മെയിൻ നായികയായിട്ടുള്ള വാമിക ഗബ്ബീനെ കണ്ടുമുട്ടുന്നത്, അതായത് ചന്ദ്ര എന്ന കഥാപാത്രം. അവിടുന്ന് ഇവരെ രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തുന്ന ഒരു സീനുണ്ട് ഇതിൽ. അതിൽ നമ്മളെ അനി പെടച്ചിരിക്കുന്ന പെട. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ 2 പേരാണ്. ഒന്ന് ലോകേഷും പിന്നെ ഒന്ന് അനിയും. അനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു BGM ഉണ്ട്. ഇതിൻ്റെ മെയിൻ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ അനിയുടെ BGM-ആണ്. BGM-ഉം അതുപോലെ തന്നെ സോങ്ങും രണ്ടും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ അമ്മാതിരി പെടേന് പഠിച്ചിരിക്കുന്നത് ഇതിൽ. എനിക്കിതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഇതിൽ BGM എന്ന് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആ ഒരു ഹോട്ടലിലത്തെ ആ വാമിക എന്ന് പറഞ്ഞ ചന്ദ്രയുടെ കഥാപാത്രത്തിന് രക്ഷപ്പെടുത്തുന്ന സീനിൻ്റെ കൊടുത്തിരിക്കുന്ന
ഒരു ഒറിജിനൽ സ്കോറുണ്ട്. അത് ഒരു വൻ പരിപാടിയായിരുന്നു അതിൽ ചെയ്തു വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിലെ ലോകേഷിനെ പിന്നീട് ഇവർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവസാനമല്ല അത് ഇൻ്റർവെൽ ടൈമിലാണ് ഈ ലോകേഷിൻ്റെ കഥ പോലെ തന്നെ വാമിക രക്ഷപ്പെടുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് സാധനമുണ്ട്. ഈ ജയിലറിലൊക്കെ ചെയ്ത് വെച്ച പോലത്തെ ഒരു പരിപാടി, വൻ പരിപാടിയായിരുന്നു അത്. ശരിക്ക് ഞെട്ടിച്ച് ഉള്ള ഒരു പരിപാടിയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു ഒറിജിനൽ സ്കോർ, ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് ഒറിജിനൽ സ്കോർ അത് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസിക്കലിലെ ആ ഒരു ട്രാക്ക് എങ്ങനെ ഇതിലേക്ക് കണക്റ്റ് ആവുന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ ഓരോ സീനും ആ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്കിത് ശരിക്ക് കണക്റ്റ് ആവുന്നത്. പിന്നെ അതുപോലെ ഇതിൽ ഓരോരുത്തരെ കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓരോരുത്തരെ കൊല്ലുക, ഇത് ശരിക്കും ഒരു ലൈഫാണ്. ആ ലൈഫിൽ സാക്രിഫൈസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ശരിക്കും ഒരാളെ കൊല്ലണം നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിലിവർ ആ സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സീനുകളും അതിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരു സെക്കൻഡ് പോലും നമ്മളെ സ്കീലിൽ നിന്ന് മാറാത്ത രീതിയിൽ ഇവർ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഈ അരുൺ മത്തേശൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ സീനിന് അതനുസരിച്ചിട്ടുള്ള BGM അതുപോലെ അതിനനുസരിച്ചിട്ട് ഇതിൽ അവരാരും മോശമായിട്ട് ഇതിൽ പറയാനില്ല. നല്ല രീതിയിൽ ഇവരെ ഇപ്പം തന്നെ അഭിനയിച്ചുള്ള കോ ആക്ടേഴ്സും വളരെ ഗംഭീരമായിട്ട് ഇവരൊരു ടീമാണ്, ഒരു ഗ്യാങ്. തലൈവാസൽ വിജയ്, അതുപോലെ ഈ തലൈവാസൽ വിജയാണ് ഇവരെ ഗ്യാങ് ലീഡർ, ഈ ലോകേഷ് കനകരാജിൻ്റെ. അതുപോലെ ഇവരെ കൂടെ ഉള്ള കുറച്ച് ടീമുകളുണ്ട്. ഒരു മൊട്ടത്തലേനൊക്കെ ഉണ്ട് ഇതിൽ. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ, നല്ല രസമാണ്. പിന്നെ അതുപോലെ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് ഇത്. സാധാരണ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയിലൊക്കെ ലാസ്റ്റ് നായകയൊക്കെ മരിച്ചിട്ടാണ് കാണിക്കുക. ഇതിൽ നമുക്ക് നല്ലൊരു നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും കൂടിയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്.